ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പെരുന്നാളിന് കിട്ടിയിട്ടുള്ള ബീഫ് വരട്ടിയതും ബീഫിൻ്റെ കറിയും അതിലോട്ട് ദോശയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ചായയൊക്കെ കുടിച്ച് പുറത്തോട്ട് ഇറങ്ങിട്ടോ, മുറ്റടിച്ച് തരാമെന്ന് വെച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നമ്മളെ ചെടികളൊരു അവസ്ഥയാണ് കേട്ടോ. ഈ ഒരു ചെടി ഉണ്ടല്ലോ, അത് നന്നായിട്ട് പടർന്ന് എല്ലാ ചെടിയിലോട്ടും പടർന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി കൊടുക്കാണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ വിചാരിച്ച് അടിച്ചു വാരാന്ന്. അപ്പോൾ ആദ്യം തന്നെ അടിച്ചു വാരി കേട്ടോ, കാരണം ഇടയ്ക്ക് മഴയൊക്കെ വരുന്നതുകൊണ്ട് മഴ പെയ്താൽ പിന്നെ നമ്മൾ മുറ്റടിച്ച് വാരൽ നിൽക്കും കേട്ടോ. ഞാൻ വേഗം തന്നെ മുറ്റം ക്ലീൻ ആക്കിയിട്ടു. അങ്ങനെ മുറ്റൊക്കെ അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെടി ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ആദ്യം തന്നെ വള്ളിയൊക്കെ വെട്ടുന്നതിന് മുന്നേ ഈ ഒരു മുന്നിലുള്ള ഈ ഒരു മെറ്റ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ മുന്നേ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പുല്ല് പോലത്തെ ചെടിയൊക്കെ നന്നായിട്ട് ബുഷിയായിട്ട് വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ സൈഡിലുള്ള ചെടികളൊക്കെ നശിച്ചു പോയി, എന്താണെന്നറിയില്ല, അതൊന്നും റെഡി ആയില്ല. പക്ഷേ കുറച്ചൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും ഒന്ന് കുഴിച്ചിടണം എന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മെറ്റിലൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. പിന്നെ നമ്മുടെ ചെടികളൊക്കെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടോ. അപ്പോൾ പഴയ മുന്നേ അവിടെ ഉണ്ടായിരുന്ന ചെടികളൊക്കെ നമ്മൾ ആ പാമ്പിൻ്റെ ആ ഒരു സീസണായപ്പോൾ അവിടെ നിന്ന് മാറ്റി വെച്ചിരുന്നു കേട്ടോ. നമ്മുടെ ജനലിൻ്റെ അടുത്തായിരുന്നല്ലോ ചെടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സീസണിൽ നമ്മൾ എല്ലാതും ഇവിടുന്ന് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ വന്നല്ലോ, അപ്പോൾ പിന്നെ ഇങ്ങോട്ട് തന്നെ മാറ്റി വെക്കാമെന്ന് കരുതി. അങ്ങനെ ആ ഒരു ഭാഗം സെറ്റാക്കി എടുത്തതിന് ശേഷം ഞാൻ വേഗം സിറ്റ് ഔട്ട് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അല്ലു ഇറങ്ങുമ്പോഴേക്കും സിറ്റ് ഔട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സിറ്റ് ഔട്ടൊക്കെ തുടച്ച് റെഡിയാക്കിയതിന് ശേഷം ഞാൻ അതിന് വരാൻ മദ്രസ വിട്ട് വരാനായി. അപ്പോൾ ഞാൻ അവൻ്റെ യൂണിഫോം കാര്യങ്ങളൊക്കെ അയൺ ചെയ്തെടുത്തു കേട്ടോ. ഇന്നലെ അയൺ ചെയ്തെടുക്കാൻ വിചാരിച്ചതായിരുന്നു, പക്ഷെ അതിന് പറ്റിയില്ല. അപ്പോൾ ഞാൻ അവൻ വരുന്നതിന് മുന്നേ വേഗം അയൺ ചെയ്തെടുത്തു. പിന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ തുടങ്ങിയത് അതിനെ സ്കൂളിലോട്ട് വിട്ടതിന് ശേഷം കേട്ടോ. അവനെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ അല്ലു ഉണർന്നിട്ടുണ്ടായിരുന്നു. അവനെ വേഗം എണ്ണ തേച്ച് ഇട്ടു കേട്ടോ. അപ്പോൾ ആ ഒരു നേരം കൊണ്ട് ഞാൻ വേഗം റൂമുകളൊക്കെ ക്ലീൻ ആക്കിയിട്ടു, ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. പിന്നെ അവനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവനെ ഉറക്കിയതിന് ശേഷം ഞാൻ എൻ്റെ അടിച്ചുവാരലും ക്ലീനിങ് ഒക്കെ തുടങ്ങി. ആ ഒരു സമയത്ത് നമ്മുടെ മുറ്റത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല മഴയല്ല, എന്നൊക്കെ മഴ പെയ്യുന്നുണ്ട്. ആ ഒരു രീതിക്കാണ് കേട്ടോ മഴ പെയ്യുന്നത്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തണുപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടോ. അങ്ങനെ ഞാൻ മുറ്റത്തോട്ട് കുറച്ച് നേരം നോക്കി നിന്ന്. പിന്നെ നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ കുളിയും കഴിഞ്ഞ് എൻ്റെ നിസ്കാരം കാര്യങ്ങളും ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് ഉറങ്ങി കേട്ടോ നന്നായിട്ട്.